PCOS അല്ലെങ്കിൽ പോളിസിസ്റ്റിക് ഓവേറിയൻ സിൻഡ്രോം. ഇതിനെപ്പറ്റി പല മിത്തുകളും നമ്മൾ കാലാകാലങ്ങളായിട്ട് കേട്ട് വരുന്നുണ്ടാവും. സോ ഇന്ന് നമുക്കൊരു റിയാലിറ്റി ചെക്ക് നടത്താം. ഫസ്റ്റ് വൺ ആണ് PCOS ഉള്ളവർ ഇൻഫെർട്ടൈൽ ആണ്, അതായത് അവർക്ക് കുട്ടികൾ ഉണ്ടാവില്ല എന്ന് പറയുന്നത്. ഇത് വളരെ തെറ്റായിട്ടുള്ള കാര്യമാണ്. മെജോറിറ്റി ഫീമെയിൽസിലും ഒരു വളരെ ചെറിയ ട്രീറ്റ്മെന്റോടുകൂടിയോ അല്ലെങ്കിൽ വളരെ നാച്ചുറൽ ആയിട്ടോ കൺസീവ് ചെയ്യാറുണ്ട്. സെക്കൻഡ് വൺ, ഇറഗുലർ മെൻസസ് എല്ലാം PCOS അല്ല. തൈറോയ്ഡ് അബ്നോർമാലിറ്റീസ്, ഹൈ പ്രൊലാക്റ്റിൻ, സ്ട്രെസ്, അങ്ങനെ പല റീസൺസ് കൊണ്ട് നമുക്ക് മെൻസസ് ഇറഗുലർ ആവുന്നതാണ്. നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് PCOS എന്ന് പറയുമ്പോൾ പീരീഡ്സ് ആയിട്ട് മാത്രമല്ല റിലേറ്റഡ് ആയിട്ടിരിക്കുന്നത്. ഈ PCOS ഉള്ളവരിൽ പല ഹെയർ പ്രോബ്ലംസ് ഉണ്ടാവാം, സ്കിൻ കണ്ടീഷൻസ് ഉണ്ടാവാം, പിന്നെ പല ഹോർമോണൽ ഇംബാലൻസസും ഉണ്ടാവാം. അടുത്തതാണ് വെയിറ്റ് റിഡക്ഷൻ ചെയ്ത് കഴിഞ്ഞാൽ PCOSന് ക്യൂർ ആവുന്നുള്ളത്. ഇതും വളരെ തെറ്റായിട്ടുള്ള കാര്യമാണ്. നമുക്ക് സിംറ്റംസ് റെഡ്യൂസ് ചെയ്യാം. ഈ വെയിറ്റ് റിഡക്ഷൻ വഴി സിംറ്റംസ് ഒരു പരിധി വരെ റെഡ്യൂസ് ചെയ്യാൻ പറ്റും, പക്ഷെ അതൊരിക്കലും ഒരു ക്യൂർ അല്ല. നെക്സ്റ്റ് വൺ ആണ് വെയിറ്റ് കൂടുതലുള്ളവർക്കാണ് PCOS വരുന്നത്. ഒരിക്കലുമല്ല. എല്ലാത്തരം ആളുകൾക്കും, അതായത് വെയിറ്റ് കുറഞ്ഞവരായിക്കോട്ടെ കൂടുതലായിക്കോട്ടെ, മെലിഞ്ഞിരിക്കുന്നവർക്കും വണ്ണമുള്ളവർക്കും എല്ലാവർക്കും ഈ PCOS വരാവുന്നതാണ്. നെക്സ്റ്റ് വൺ ആണ് ടീനേജേഴ്സിന് PCOS വരില്ല എന്നുള്ളത്. അതും വളരെ തെറ്റായിട്ടുള്ള കാര്യമാണ്. മോസ്റ്റ് കേസസിലും ഈ PCOSന്റെ ലക്ഷണങ്ങൾ ടീനേജിൽ തന്നെ സ്റ്റാർട്ട് ചെയ്യുന്നതാണ്. സോ PCOS എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മരുന്ന് കഴിച്ച് മാത്രം മാറ്റുന്ന ഒന്നല്ല, നമ്മുടെ ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷൻ കൊണ്ട് നമുക്ക് കുറേ കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന ഒരു കണ്ടീഷനാണ്. സോ ഒരു പ്രോപ്പർ ഗൈഡൻസ് എടുത്ത് എപ്പോഴും ട്രീറ്റ് ചെയ്യാം.